പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ള സഹോദരങ്ങളെ, പ്രഭാതവന്ദനം. ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ നിക്കോദെമോസുമായിട്ടുള്ള സംഭാഷണം തുടരുവാണ്. നിക്കോദെമോസിനോട് കാര്യങ്ങൾ പറഞ്ഞിട്ടും മനസ്സിലാകുന്നില്ല. അവസാനം നിക്കോദെമോസിന് അറിയാവുന്ന ഒരു കാര്യം പറഞ്ഞു കൊടുക്കുകയാണ്. മോശ പിച്ചള സർപ്പത്തെ ഉയർത്തിയില്ലേ? അങ്ങനെ ആ സർപ്പം മരിച്ചു, അല്ലെങ്കിൽ ആ സർപ്പത്തെ കൊന്നു എന്ന് പറഞ്ഞ് മോശ കാണിച്ചു കൊടുത്തിട്ടില്ലേ? എന്ന് പറഞ്ഞതുപോലെ നീ ഒന്ന് കാണണം, ഞാൻ പാപത്തിൻ്റെ ശമ്പളം ഏറ്റെടുത്തു, പാപത്തെ നിശേഷം നശിപ്പിച്ചു എന്ന് മനസ്സിലാക്കാൻ മനുഷ്യപുത്രൻ ഉയർത്തപ്പെട്ടിരിക്കുകയാണ്. അതെ, അവൻ മരണത്തിൽ നിന്നും ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. എന്നിട്ട് അവൻ നമ്മോട് പറഞ്ഞു തരുന്ന ഒരൊറ്റ കാര്യം ഇതാണ്: മനുഷ്യപുത്രൻ ഉയർത്തപ്പെട്ടിരിക്കുന്നു, പാപത്തെ നശിപ്പിച്ചിരിക്കുന്നു, പാപത്തിന് ഇനിമേൽ നിൻ്റെ മേൽ അധികാരമില്ല. ഈ ഒരു കൃപ നമുക്ക് ഏവർക്കും ലഭിക്കട്ടെ. നമ്മെ തകർക്കാൻ അതിനാവില്ല. അങ്ങനെ പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയെ സഹായിക്കണേ. വിശുദ്ധ യോസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണേ. പരിശുദ്ധ പരമ ദിവ്യകാരണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസവും സ്നേഹവും ശക്തിയും കൃപയും എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നിങ്ങൾ ഏവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.